അല്ലെങ്കിൽ മലയുടെ ഉദരം തന്നെ യേശുവിന് വേണ്ടി സമർപ്പിച്ചു. ബൈബിളിൽ നാം പിന്നീട് പഠിക്കുമ്പോൾ ഒട്ടനവധി ആളുകൾക്ക് വേണ്ടി ദൈവം കരുതിയ വിധങ്ങളെ കാണുവാനായി സാധിക്കും. ആവശ്യങ്ങളെ അറിഞ്ഞവൻ കരുതിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ 2 കുഞ്ഞുങ്ങളുമായി അവശേഷിക്കുന്നു. ആ പ്രവാചകൻ പെട്ടെന്ന് മരിച്ചുപോയി. മുഴുപട്ടിണിയിലായിരുന്നു ആ കുടുംബം. പ്രവാചകൻ ഉള്ളപ്പോൾ ദൈവത്തിന് സേവ ചെയ്തയാളായിരുന്നു, ദൈവത്തിന് വേണ്ടി നിലനിന്നയാളായിരുന്നു. എന്നാൽ പെട്ടെന്ന് അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം മരിക്കുന്ന നേരത്ത് ഒത്തിരി കടങ്ങളും കടഭാരങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു. കടങ്ങളെ കൊണ്ടും കടഭാരങ്ങളെ കൊണ്ടും വീർപ്പുമുട്ടി വല്ലാത്ത അവസ്ഥയിലായിരുന്ന ആ വിധവയായ സ്ത്രീയും 2 കുഞ്ഞുങ്ങളും നാളെയെക്കുറിച്ച് ഭാരപ്പെട്ട് എന്തായി മാറും, എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ഗതി എന്തായി മാറും, എൻ്റെ ഭർത്താവ് മരിച്ചു പോയല്ലോ, കടക്കാർ വന്ന് എന്നെ അസഹ്യപ്പെടുത്തുന്നുവല്ലോ എന്ന് തകർന്നു തരിപ്പണമായി ജീവിതത്തിന് പരിവരുത്ത മണ്ഡലങ്ങളെ നേരിടേണ്ടി വന്ന ആ ഒരു സ്ത്രീ, തകർന്നു പോയവൾ, ഒട്ടിയ വയറുമായി ഉന്തിയ നെഞ്ചുമായി 2 ആൺകുട്ടികൾ തൻ്റെ ചുറ്റിലും നിൽക്കുകയാണ്. അതുകണ്ട് തകരുന്ന ഹൃദയത്തോടുകൂടി ആ സ്ത്രീ മറ്റൊരു പ്രവാചകനായ ഏലിശയുടെ അടുത്തേക്ക് ഓടിപ്പോകുകയാണ്. ഏലിശയോട് പറയുന്നു, പ്രവാചക, നിനക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് ഒരു നല്ല ഭക്തനായിരുന്നു, അദ്ദേഹം വെളിച്ചത്തെ പേറിയാളായിരുന്നു, അദ്ദേഹം ഈശ്വര വിശ്വാസിയായിരുന്നു, ദൈവത്തിന് വേണ്ടി ജീവിച്ച ആളായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം മരിച്ചുപോയി, ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും മാത്രം ശേഷിക്കുന്നു. കടം കൊണ്ട് ഞങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നു, കടം കൊണ്ടും കടഭാരം കൊണ്ടും നിറയപ്പെട്ടിരിക്കുന്നു, എന്തെങ്കിലും ഒരു വഴി ഞങ്ങൾ കാണിച്ചു തരണമെന്ന് പറഞ്ഞ് പകരുന്ന സ്ത്രീ ആ ദൈവദാസൻ്റെ അടുത്ത് പോയപ്പോൾ ആ സ്ത്രീയോട് പ്രവാചകൻ ചോദിച്ചു, നിന്റെ പക്കൽ എന്തുണ്ട്? ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പക്കൽ ഒരു കുറച്ച് എണ്ണ മാത്രമുണ്ട്, മതി, അത് മതി. നീ വേഗത്തിൽ പോയി അനേക ഭരണികൾ അയൽവാസികളിൽ നിന്നും വാങ്ങുക, അത് മാത്രമല്ല നിന്റെ വീട്ടിലുള്ള ഭരണികൾ കൂടെ നീ എടുക്കുക, അതിനുശേഷം വാതിലടച്ച് നീയും നിന്റെ കുഞ്ഞുങ്ങളും മാത്രം ഇരിക്കുക. വേഗത്തിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ആ സ്ത്രീ ചെയ്തു. അവളെ മക്കൾ അയൽവാസികളുടെ ഭവനത്തിൽ പോയി ധാരാളം ഭരണികളെ കൊണ്ടുവന്നു. അവരുടെ ഭവനത്തിലുള്ള ഭരണികളും അവരെ എടുത്തു. അപ്പോൾ തന്നെ ഒരു ഭരണിക്കകത്ത് കുറച്ചെണ്ണ ഉണ്ടായിരുന്നു, ആ എണ്ണയും അവർ എടുത്തു. അതിനുശേഷം ഈ കുറച്ചുണ്ടായിരുന്ന എണ്ണ മറ്റ് ഭരണിയിലേക്ക് പകർത്തുക എന്ന് പ്രവാചകൻ പറഞ്ഞതുകൊണ്ട് അവർ പകർത്തുവാനായിട്ട് ആരംഭിച്ചു. ഈ കുറച്ചുണ്ടായിരുന്ന എണ്ണ പകർത്തുന്തോറും ഈ എണ്ണ കുറയുന്നില്ല. പിന്നെയോ മറ്റ് ഭരണിയിൽ എണ്ണ നിറഞ്ഞു വരുവാനായി തുടങ്ങി. അങ്ങനെ ആ വീട്ടിലുണ്ടായിരുന്ന സകല ഭരണികളും നിറഞ്ഞു കവിഞ്ഞപ്പോൾ ഈ എണ്ണയുടെ വരവും നിലച്ചു. അവിടെ ഒരു വലിയ ദൈവ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. ആത്മഹത്യയല്ലാതെ മറ്റൊരു പോംവഴിയും ആ കുടുംബത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ സ്ത്രീ ചെയ്തതുപോലെ ആത്മഹത്യ എന്നുള്ള ചിന്ത നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് സർവശക്തനായ ദൈവത്തിലേക്ക് തിരിയുവാനായി ഈ രാവിലെ നിങ്ങൾ മനസ്സ് വെക്കുകയാണെങ്കിൽ, നിങ്ങളെ പോഷിപ്പിക്കുവാൻ, നിങ്ങളുടെ കടഭാരങ്ങളെ മാറ്റി നിങ്ങളെ ജയോത്സവമായി നടത്തുവാൻ സർവശക്തനായ ദൈവത്തിന് പക്കൽ പദ്ധതികളുണ്ട്. അവൻ്റെ പക്കൽ അതിനുള്ള സോഴ്സസുകളുണ്ട്, അവൻ്റെ പക്കൽ അതിനുള്ള ഉറവുകളുണ്ട്. നിങ്ങൾ ധൈര്യമായി വിശ്വസിക്കൂ. കരുതുന്ന ഒരു ദൈവം എന്തുവേണ്ടി കരുതും? ഉപജീവന വഴികളെ കരുതും. അനേക നാളുകളായി ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ ഭാരപ്പെടുന്നില്ലേ? അനേക നാളുകളായി നിങ്ങളുടെ മകൻ ഒരു ജോലി കിട്ടുവാനായി നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ? വിശ്വസിക്കൂ, ഇന്ന് രാവിലെ നിന്റെ മകന് വേണ്ടി ഒരു ജോലി അവൻ കരുതിയിട്ടുണ്ട് കേട്ടോ. കടഭാരങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി അനേക നാളുകളായി കടഭാരത്തിൽ മുങ്ങിക്കിടക്കുന്ന പ്രിയപ്പെട്ടവരെ, കടക്കടയിൽ നിന്ന് ഒരു മോചനം തരുവാൻ സർവശക്തനായ ദൈവത്തിന് നിന്നെ കുറിച്ച് ഇന്ന് രാവിലെ പദ്ധതിയുണ്ട്. നീ ദൈവത്തിൽ വിശ്വസിക്കൂ. അവൻ കരുതുന്ന ദൈവം. ബൈബിൾ ഇങ്ങനെ പറയുന്നവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. യേശുവിൻ്റെ മേൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ ഈ രാവിലെ ഇറക്കി വെക്കൂ. എല്ലാ ചിന്താകുലങ്ങളും, എല്ലാ ഭാരങ്ങളും, എല്ലാ നിരാശകളും, നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഈ രാവിലെ ഇറക്കി വെക്കൂ. അവൻ നിങ്ങളുടെ കരം പിടിക്കുവാനായി ആരംഭിക്കുന്നു. ദൈവം കരുതുന്ന ദൈവം. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യം? സകലവും കരുതും. വിവാഹപ്രായമെത്തിയ നിന്റെ കുഞ്ഞിന് വേണ്ടി നല്ലൊരു തുണയെ അവൻ കരുതിയിട്ടുണ്ട്. ഭാരപ്പെടേണ്ട.
ഒരു കൂരയ്ക്ക് വേണ്ടി കുറേ നാളുകളായില്ലേ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്? ഭാരപ്പെടേണ്ട, ദൈവം കരുതിയിട്ടുണ്ട്. ദൈവം കരുതിയിട്ടുണ്ട്. ഒരു കിണറിന് വേണ്ടി കുറേ നാളുകളായില്ലേ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്? അയൽവാസിയുടെ ഭവനത്തിൽ പോയി കോരി നിങ്ങൾ മടുത്തില്ലേ? കുറേ നാളുകളായി ഒരു കിണറിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്? ദൈവം കരുതിയിട്ടുണ്ട് സഹോദരി, ദൈവം കരുതിയിട്ടുണ്ട്. ഒരു വാഹനത്തിന് വേണ്ടി കുറേ നാളുകളായില്ലേ നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട്? ഈ രാവിലെ വിശ്വസിക്കൂ, നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. സകലവും ദൈവം കരുതിയിട്ടുണ്ട്. സകല തിന്മകളും നിങ്ങളിൽ നിന്ന് മാറ്റട്ടെ. ക്രിസ്തുവാകുന്ന വെളിച്ചത്തെ നിങ്ങളുടെ അകത്തേക്ക് നിങ്ങൾ സ്വീകരിക്കൂ. മറിയയ്ക്ക് വേണ്ടി കരുതിയ ദൈവം, മറിയുടെ കുടുംബജീവിതത്തിന് വേണ്ടി കരുതിയ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും ഈ പ്രഭാതത്തിൽ കരുതും. നിശ്ചയമാണ്. കണ്ണടച്ച് വിശ്വസിക്കൂ, ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിക്കൂ. ഈ രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകുകയാണ്. നിങ്ങളുടെ വിഷയം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ഒരു നിമിഷം അടുക്കളയിൽ നിന്നും ഒരു നിമിഷം മറ്റ് ശ്രദ്ധകളിൽ നിന്നുമൊക്കെ നിങ്ങൾ പിന്തിരിഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് ഒരു നിമിഷം നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കൂ. ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി പോകും. ദയവായി ഞങ്ങളുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയട്ടെ. അകത്തെ കണ്ണുകൾ മാത്രം തുറന്നിട്ട്, ദൈവമേ, ഈ രാവിലെ ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനം, ഈ രാവിലെ ഞങ്ങൾ കേട്ട ദൈവത്തിൻ്റെ വചനം പോലെ തന്നെ അങ്ങ് എനിക്ക് വേണ്ടി കരുതണമേ. അങ്ങ് എൻ്റെ അകത്തൊരു വെളിച്ചമായി വസിക്കണമേ. സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഇതാ മറുപടി വരുന്നു. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ ഈ രാവിലെ ഈ പ്രഭാഷണം ശ്രദ്ധിച്ച ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ഭാരങ്ങൾ ഇന്നിൻ്റെ ജനം അനുഭവിക്കുന്നുണ്ടല്ലോ. അനേക വിഷയങ്ങളുടെ മുമ്പിൽ ഭാരപ്പെടുന്ന ഇന്നിൻ്റെ ജനത്തിന് വേണ്ടി അങ്ങയുടെ ദാസനായ അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് അവർക്ക് വേണ്ടി കരുതണമേ. ഈ രാവിലെ ഒട്ടനവധി വിഷയങ്ങൾ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരുണ്ടല്ലോ. കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു ഭവനത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയൊക്കെ കരയുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവർക്കായി അടിയൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ അങ്ങ് കരുതുന്ന ദൈവമാണല്ലോ. ഇവർ അവിടുത്തെ മുമ്പിൽ ഇവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുന്നു. കർത്താവേ, അങ്ങ് ഇതിൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ അത്ഭുത വഴികളെ തുറക്കണമേ. അങ്ങ് അത്ഭുതം ചെയ്യണമേ. ഇവർക്ക് വേണ്ടി അങ്ങ് കരുതിയിരിക്കുന്നു. ഇവർ കണ്ണുകൊണ്ട് കാണട്ടെ കർത്താവേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതിയ മഹാവിധങ്ങളെ കുറിച്ച് കേൾക്കുവാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. ദയവായി നിങ്ങൾ എന്നെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു.